ദേശകാര്യ പ്രതിരോധ വകുപ്പുകളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിന്റെ ചുരുക്കം അതാണ്. എന്തായാലും ഇന്ത്യ നടത്തിയ സൈനിക നീക്കം, അതിന് ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനങ്ങൾ, ഒപ്പം പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങൾ, ഇതൊക്കെയാണ് വിശദീകരിച്ചത്. 300 മുതൽ 400 വരെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിഞ്ഞു എന്നും പറയുന്നു. ഇന്ത്യ പാക് സൈന്യത്തിന് കൃത്യമായ മറുപടി നൽകി വലിയ നാശം വരുത്തി എന്ന കാര്യം കൂടി ME വ്യക്തമാക്കുന്നു. പക്ഷേ ഏതൊക്കെ ഇടങ്ങൾ എങ്ങനെ ആക്രമിച്ചു, അതിൽ കാഷ്വാലിറ്റി, അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാൻ തയ്യാറായില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അത് രാജ്യത്തിന്റെ തിരിച്ച് പ്രതിരോധിക്കാനുള്ള ശക്തിയാണ്, അവകാശമാണ്. അക്കാര്യങ്ങളിൽ ഒരല്പം സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണോ ഇന്ന് ME വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ചില ചോദ്യങ്ങൾ ചിലർക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയുടെ നീക്കങ്ങൾ സംബന്ധിച്ച കൂടുതൽ വ്യക്തതയിലേക്ക് പോയിട്ടില്ല. കാരണം നമുക്ക് നിരവധി സംശയങ്ങളും വ്യക്തതയും വരേണ്ട വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ഈ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയോ, കറാച്ചി പോർട്ട് ആക്രമിച്ചതുപോലെയുള്ള വാർത്തകൾ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ എന്ന കാര്യമാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെടുന്നില്ല. മറ്റൊന്ന്, പാകിസ്ഥാൻ പൈലറ്റിനെ ഇന്ത്യ പിടികൂടി എന്ന കാര്യങ്ങളുണ്ട്. ഇന്നലെ പ്രചരിച്ച ഒരു വാർത്തയാണ്. ഇക്കാര്യത്തിലും സൈന്യം ഒരു കൃത്യമായ വ്യക്തത നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിൽ വെളിപ്പെടുത്താനാവാത്ത ചില കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഭാഗമായി വ്യക്തത വരുത്താത്തതാവും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില ചോദ്യങ്ങൾ അനുവദിച്ചിരുന്നു. അതിന് വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഈ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത്, സിവിലിയൻ എയർക്രാഫ്റ്റുകളെ കറാച്ചി, ലാഹോർ 2 വിമാനത്താവളങ്ങളിൽ നിന്നും പറന്നുയർന്ന വിമാനങ്ങൾ ആ സമയത്ത് ഫ്ലൈറ്റ് റഡാർ സംവിധാനത്തിൽ അത് മാർക്ക് ചെയ്തേക്കുന്ന ചിത്രമടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഇന്നലെ ഈ വാർത്തകൾ വന്നപ്പോൾ പലരും സംശയത്തോടെ പ്രകടിപ്പിച്ച ഒരു കാര്യം, പാകിസ്ഥാൻ എയറിൽ, ആകാശത്ത് ചുരുങ്ങിയ വിമാനങ്ങൾ മാത്രമേ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ആഭ്യന്തര പ്രതിസന്ധിയുടെ ഭാഗമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന സംശയമാണ് പൊതുവിൽ അപ്പോൾ ഉയർന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. പാകിസ്ഥാൻ ആകാശത്ത് അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായതിന് ഒരു യുദ്ധതന്ത്രം പാകിസ്ഥാൻ പയറ്റിയതാണ്. അതിന് പിന്നിൽ അസാധാരണത്വം സംശയിച്ചതിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. അതായത് സിവിലിയൻ എയർക്രാഫ്റ്റുകളെ അവരെ കവചമാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ്. ഇന്ത്യ തിരിച്ചടിച്ചാൽ ഈ എയർക്രാഫ്റ്റുകൾ എയറിലുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ തിരിച്ചടിക്ക് ഇന്ത്യ പിൻവാങ്ങും, അല്ലെങ്കിൽ ഇന്ത്യ അതിന് തുനിഞ്ഞേക്കില്ല എന്ന ഒരു തരത്തിലായിരുന്നു നീക്കം. വളരെ കരുതലോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സ് ഇതിനെ കൈകാര്യം ചെയ്തു എന്നതാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ, വിദേശകാര്യ വകുപ്പിന്റെ വാർത്താ സമ്മേളനത്തിൽ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ പഹൽഗാമിൽ മതം ചോദിച്ച് ഭീകരർ ആക്രമണം നടത്തിയത്, അതേ സ്ട്രാറ്റജി തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഇന്ത്യയുടെ നേരെ എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. മതസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു, അതിന് പിന്നീട് കള്ളക്കഥകൾ ഉണ്ടാക്കി ഇന്ത്യ സ്വയം ആക്രമണം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുന്നു. ആ രീതിയിൽ യുദ്ധ രംഗത്ത് പോലും കാണിക്കാത്ത തരത്തിലുള്ള കള്ളത്തരങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതുകൂടി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. സജിത്ത്, ഇവിടെ ഇപ്പോൾ 4 വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ടു എന്ന വിവരം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 15 ഇടത്തേക്കാണ് ടാർഗറ്റ് ചെയ്ത ആക്രമണം നടന്നതെങ്കിൽ അത് 36 ഉയർത്തി കൂടുതൽ കരുത്തോടുകൂടിയുള്ള ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ ഇന്നലെ തയ്യാറെടുത്തു എന്ന് വേണം ഇന്ന് വാർത്താ സമ്മേളനം പൂർത്തിയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. അത് 36 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിരുന്നു. 300 മുതൽ 400 വരെ ഡ്രോൺ ഉപയോഗിച്ചിരുന്നു എന്നതാണ്. അപ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി രാജ്യം നീങ്ങേണ്ടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണോ സൂചിപ്പിക്കപ്പെടുന്നത്? തുടർ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ഉള്ളത്. വിമാനത്താവളങ്ങളും ആരാധനാലയങ്ങളും ലക്ഷ്യമിടുമ്പോൾ അതനുസരിച്ചുള്ള ഒരു കൂടുതൽ കരുതലിലേക്കും സുരക്ഷാ വർധനയിലേക്കും രാജ്യം നീങ്ങേണ്ടതുണ്ടോ? തീർച്ചയായും ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് അതിർത്തി കേന്ദ്രങ്ങളിൽ അതിജാഗ്രത പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആ നീക്കങ്ങൾ തുടരുകയാണ്. ഇന്ത്യ ജാഗ്രതയിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിലാണ് പാകിസ്ഥാൻ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഫയറിംഗ് ഉണ്ടാവുന്നത്, ഷെല്ലാക്രമണം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി മേഖലകളിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ്. സമാനമായ ജാഗ്രത അവിടെ പുലർത്തുന്നുണ്ട്. എന്തായാലും നമ്മുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ വളരെ ജാഗ്രതയോടെ നിൽക്കുന്നു. ഈ രാവിലെ ആ ഗ്രാമവാസികളുടെ, പ്രദേശത്തെ അതിർത്തി മേഖലയിലെ ഗ്രാമവാസികളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അവർക്ക് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇന്നലെ ഈ 400ഓളം വരുന്ന ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് നടത്തിയെങ്കിൽ കൂടി അതിൽ ഒന്നുപോലും ലക്ഷ്യം കാണാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉയർന്നു പ്രവർത്തിച്ചു. സമാനമായ പ്രതിരോധ സംവിധാനങ്ങൾ, നിയന്ത്രണ ജാഗ്രതാ സംവിധാനങ്ങൾ ഇപ്പോഴുമുണ്ട്. എന്തായാലും നമ്മൾ വളരെ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളിലൊക്കെ
പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഭ്യന്തര വിമാനയാത്രയ്ക്ക് പോലും 3 മണിക്കൂർ ചെക്ക് ഇൻ ടൈം നേരത്തെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ മുൻകൂറായി എത്തണമെന്ന നിർദ്ദേശമുണ്ട്. അതേസമയം ഇന്ത്യയിലെ ഈ നിയന്ത്രണങ്ങൾ തെറ്റായി തന്നെ പ്രചരിപ്പിക്കാൻ നീക്കമുണ്ട്. പ്രത്യേകിച്ച് വിമാനത്താവളങ്ങൾ ആകെ തന്നെ അടച്ചു എന്ന തരത്തിൽ വലിയ പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു. അത് ആകെ തെറ്റാണ്. മറിച്ച് വിമാനത്താവളങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ മാത്രമാണ് വരുത്തിയിരിക്കുന്നത് എന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വ്യക്തത ഉണ്ടായിട്ടുമുണ്ട്. ഏതായാലും അതിർത്തി മേഖലകളിൽ കൂടുതൽ ജാഗ്രതയുണ്ട്. മാത്രമല്ല കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്ന് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം കടന്നു വരാനുള്ള സാധ്യതയും സംശയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച തെളിവുകൾ ഇന്ത്യ ശേഖരിക്കുന്നുണ്ട്. തീർച്ചയായും എന്തായാലും ഇന്നലെ പാകിസ്ഥാന്റെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ നമുക്കതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 300 മുതൽ 400 വരെ ഡ്രോണുകൾ ഉപയോഗിച്ചു. തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്നുകൂടി വ്യക്തമാകുന്നു. എന്തായാലും ശക്തമായ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴും ഇന്ത്യക്ക് അത് പ്രതിരോധിക്കാനായി ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനങ്ങൾ ആ വിധത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും അത് ആക്രമണത്തിന്റെ ആഘാതം കുറയ്ക്കാനും ഇന്ത്യയെ സംബന്ധിച്ചായി. പക്ഷേ അപ്പോഴും 2 ജീവനുകൾ പൊലിഞ്ഞു എന്ന വാർത്ത നമ്മൾ ഇന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 2 കുട്ടികളുടെ ജീവൻ കൂടി നമുക്ക് നഷ്ടമായി എന്ന വിവരമാണ് വരുന്നത്. അത് സ്കൂൾ കേന്ദ്രീകരിച്ച്, ഒരു കോൺവെന്റ് കേന്ദ്രീകരിച്ച്, അവിടുത്തെ സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണമാണ്. അങ്ങനെയാണ് 2 കുട്ടികളുടെ ജീവൻ നഷ്ടമായത്. എന്തായാലും അക്കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. Yeah, actually, we do have some information about this extremely regrettable and condemnable incident. During heavy shelling across the line of control in the early morning of 7th May, a shell fired from Pakistan landed just behind the Christ School run by the Carmelites of Mary Immaculate congregation in Puj. Tragically, the shell fired from Pakistan hit the home of 2 students of the Christ School. Both students unfortunately lost their lives and their parents were severely injured. Another Pakistani shell struck a Christian convent of nuns belonging to the congregation of the Mother of Carmel, damaging water tanks and destroying solar panel infrastructure. Several priests, nuns, school staff and local residents took refuge in an underground hall beneath the Christ School during the shelling by Pakistan. The school happened to be closed at the time, fortunately. Otherwise, more losses would have occurred.